പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. മേക്കിംഗ് ഹാബിറ്റ്സ്, ബ്രേക്കിംഗ് ഹാബിറ്റ്സ്, ജെറമി ഡീൻ 2003 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ശീലങ്ങളെക്കുറിച്ചുള്ള സത്യസന്ധമായ ഒരു കാഴ്ചയും നമുക്കവ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതും വാഗ്ദാനം ചെയ്യുന്നു. നല്ല ശീലങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാമെന്നും മോശമായവ തടയാമെന്നും അത് വെളിപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയും. ജെറമി ഡീൻ ഒരു സൈക്കോളജിസ്റ്റും മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന സൈബ്ലോഗ് എന്ന വെബ്സൈറ്റിൻ്റെ സ്ഥാപകനുമാണ്. ദ ഗാർഡിയൻ, ദ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങളെ സൈബ്ലോഗിനെക്കുറിച്ച് ധാരാളം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ നല്ലതും ചീത്തയുമായ ശീലങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതശീലങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. അവ നിങ്ങളുടെ പ്രഭാത ദിനചര്യയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംഭാഷണങ്ങളുടെ ഭാഗമാകാം. അത്തരം ശീലങ്ങൾ നിർമ്മിക്കാനും വികസിപ്പിക്കാനും കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾക്കായി കൂടുതൽ പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വായിക്കുമ്പോൾ. എന്നിരുന്നാലും എല്ലാ ശീലങ്ങളും നല്ലതല്ല. പുകവലി ഉപേക്ഷിക്കണമെന്ന് പലർക്കും അറിയാം, പക്ഷേ നെഗറ്റീവ് ചിന്താശീലങ്ങൾ പോലുള്ള അദൃശ്യ ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ആഴത്തിൽ ചിന്തിക്കുന്നില്ല. ഈ ശീലങ്ങൾ വളരെ അപകടകരമാണ്. ഹാബിറ്റ്സ് എന്താണെന്ന് വിസ്തരിച്ചുകൊണ്ട് അധ്യായങ്ങൾ വളരെ ലളിതമായി ആരംഭിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ ശീലങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുമെന്നും നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാമെന്നും വിശദീകരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബം എപ്പോഴും ഭക്ഷണ സമയത്ത് ഒരു നിശ്ചിത ക്രമത്തിൽ ഇരിക്കുന്നത്? സന്തോഷകരമായ ശീലങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം? സ്വയം നിയന്ത്രണത്തിനായി പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ ലളിതമാണ്. ചെറിയ അബോധാവസ്ഥയിലുള്ള ഉദ്ദേശങ്ങളോടെയുള്ള ആവർത്തിച്ചുള്ള പെരുമാറ്റമാണ് ശീലങ്ങൾ. ആരെങ്കിലും നിങ്ങളുടെ നേരെ പന്തെറിയുമ്പോൾ എന്തു സംഭവിക്കും? എല്ലാ വിധത്തിലും എന്താണ് വരാനിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് കയറിപ്പിടിക്കും. അതൊരു ശീലമാണ്. പലപ്പോഴും അബോധാവസ്ഥയിൽ ആവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ശീലങ്ങൾ എല്ലായിടത്തുമുണ്ട്. അവ മോശമായ ശീലങ്ങളായിരിക്കുമ്പോൾ അവ വളരെ മോശമായേക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ശീലങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്? ഒരുപക്ഷെ ഭക്ഷണക്രമവും പുകവലിയുമായിരിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ മറ്റ് ശീലങ്ങൾ നിറഞ്ഞതാണ്. ഫാമിലി ഡിന്നർ ടേബിളിൽ എവിടെ ഇരിക്കണം, അല്ലെങ്കിൽ അവതരണ സമയത്ത് ഹം ആ ശബ്ദങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ സാമൂഹിക ശീലങ്ങൾ. നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള നിരവധി തീരുമാനങ്ങൾ മനസ്സിലാക്കുക ഭക്ഷണശീലങ്ങൾ സഹായിക്കുന്നു. ശീലങ്ങളുടെ പട്ടിക നീളുന്നു. എന്നാൽ നിങ്ങൾ കാണാത്ത മറ്റ് ശീലങ്ങളുണ്ട്. ചിന്തിക്കുന്ന ശീലം. അവ അന്തർലീനീയമായി നെഗറ്റീവ് ആണെങ്കിൽ അവ വിഷാദം പോലുള്ള മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ വിധിയെ ആശ്രയിച്ചിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ അനാരോഗ്യകരമായ രീതിയിൽ വിധിക്കുന്നു. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടதை സങ്കല്പിക്കുക. സ്വയം നിസ്സഹായൻ എന്ന് വിളിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, തൊഴിലില്ലായ്മ മൂലമുണ്ടാകുന്ന നിഷേധാത്മക വികാരങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമാകും. മറ്റൊരു തരത്തിലുള്ള ശീലമാണ് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുന്നത്. പിന്നോട്ട് നോക്കുന്നത് നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ സഹായിക്കുമെന്ന് ചിലർ കരുതുന്നു. എന്നാൽ പഴയ വേദനകളെക്കുറിച്ചുള്ള വേദനയുമായി തിരിഞ്ഞു നോക്കുന്ന ആശയക്കുഴപ്പത്തിലാക്കരുത്. സന്തോഷത്തിൻ്റെ ശീലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തത് അവ അബോധാവസ്ഥയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കവ വ്യായാമം ചെയ്യാൻ കഴിയും. ഇത് ശരിക്കും ഒരു നല്ല വാർത്തയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയ ആരോഗ്യകരമായ ശീലം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. ഇത് ചെയ്യുന്നതിന് ഈ 3 ഘട്ടങ്ങൾ പാലിക്കുക. നിങ്ങളുടെ പ്രചോദനം നിർണ്ണയിക്കുക. തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾക്കൊരു സമഗ്രമായ ലക്ഷ്യം ആവശ്യമാണ്. നിങ്ങളുടെ അന്തിമ ലക്ഷ്യം നിർണ്ണയിക്കാൻ വൂപ്പ് ഫോർമുല ഉപയോഗിക്കുക. അദ്ദേഹം വൂപ്പ് ഫോർമുലയെക്കുറിച്ച് പറയുന്നുണ്ട്. വൂപ്പിൻ്റെ അകത്ത് WOOP, അതിൽ ആഗ്രഹം വിഷ്, ബലം ഔട്ട്കം, തടസ്സം ഒബ്സ്റ്റാക്കിൾ, നിർവഹിക്കാനുള്ള പദ്ധതിയാണ് പ്ലാൻ എക്സസൈസ്. നിങ്ങളുടെ പ്രതീക്ഷകളും മികച്ച ഫലങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിച്ചേക്കാവുന്ന തടസ്സങ്ങളും എഴുതാൻ തുടങ്ങുക. എല്ലാ ദിവസവും ഓടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം ഒരു നല്ല രൂപമായിരിക്കും. അതിന് നിങ്ങളെന്ത് 10 കിലോമീറ്റർ ഇങ്ങനെ ഓടുക. അടുത്തതായി, ശരിയായി ഉദ്ദേശം കണ്ടെത്തി നടപടിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. ഞാനൊരു കെട്ടിടത്തിലേക്ക് പോയാൽ ഞാൻ പടികൾ കയറും. അപ്പം നമ്മുടെ ലക്ഷ്യം X ആണെങ്കിൽ Y ആണ് അതിൻ്റെ സ്റ്റെപ്പുകളായിട്ട്, ഓരോ ആക്ഷനായിട്ട്. ഞാൻ എലിവേറ്റർ കയറുന്നില്ല എന്നതിനേക്കാൾ വളരെ ഫലപ്രദമാണ് ഞാൻ പടികൾ കയറാൻ പോകുന്നു എന്ന് പോസിറ്റീവ് പ്രസ്താവനകൾ. സ്വയം നിരസിക്കുന്നത് എന്തിൻ്റെയെങ്കിലും ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആവർത്തിക്കാൻ ഇങ്ങനെ ഓർമ്മിക്കുക.
ശീലങ്ങൾ ലംഘിക്കുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഈ പുസ്തകത്തിൻ്റെ സന്ദേശം ഇതാണ്: ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നിലവിലുള്ള ഓരോ ചെറിയ ശീലങ്ങളെയും കുറിച്ചുള്ള അവബോധവും കൂടാതെ അടിസ്ഥാന മനഃശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഒരു ചെറിയ പരിശീലനം കൂടി അനാരോഗ്യകരമായ ശീലങ്ങളിൽ നിന്ന് നമ്മെ തന്നെ ഒഴിവാക്കാനും നമ്മുടെ കൂടുതൽ അനുയോജ്യമായ ശീലങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. ഈ ബുക്കിൻ്റെ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ലിജോ.